തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 14. ബാബിലോൺ രാജാവ് കർത്താവിന് യാക്കോബിന്റെ മേൽ കാരുണ്യം ഉണ്ടാവുകയും ഇസ്രയേലിനെ വീണ്ടും തെരഞ്ഞെടുത്ത് അവരെ സ്വന്തം ദേശത്ത് സ്ഥാപിക്കുകയും ചെയ്യും. വിദേശീയർ അവരോട് ചേർന്ന് യാക്കോബിന്റെ ഭവനത്തിൽ ലയിച്ചു ചേരും. ജനതകൾ അവരെ സ്വീകരിച്ച് അവരുടെ ദേശത്തേക്ക് നയിക്കും. ഇസ്രയേൽ കർത്താവിന്റെ ദേശത്ത് അവരെ ദാസീദാസന്മാരാക്കും. തങ്ങളെ അടിമപ്പെടുത്തിയവരെ അവർ അടിമകളാക്കും. തങ്ങളെ മർദ്ദിച്ചവരുടെ മേൽ അവർ ഭരണം നടത്തും. കർത്താവ് നിന്റെ വേദനയും കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന കഠിനദാസ്യവും നീക്കി നിനക്ക് വിശ്രമം നൽകുമ്പോൾ ബാബിലോൺ രാജാവിനെ നീ ഇങ്ങനെ പരിഹസിക്കും: മർദ്ദകൻ എങ്ങനെ നശിച്ചുപോയി, അവന്റെ ഔദിത്യം എങ്ങനെ നിലച്ചു. കർത്താവ് ദുഷ്ടന്റെ ദണ്ഡ് തകർത്തിരിക്കുന്നു. കോപവേഷത്താൽ ജനതകളെ നിരന്തരം പ്രഹരിക്കുകയും മർദ്ദരഭരണം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്ന അധികാരികളുടെ ചെങ്കോൽ അവിടുന്ന് തകർത്തിരിക്കുന്നു. ഭൂമി മുഴുവൻ ശാന്തമായി വിശ്രമിക്കുന്നു. അവർ ഗാനമാലപിച്ച് ഉല്ലസിക്കുന്നു. സരളമരങ്ങളും ലെബനോനിലെ ദേവദാരുക്കളും നിന്നെക്കുറിച്ച് സന്തോഷിച്ചു പറയുന്നു: നീ വീണുപോയത് കൊണ്ട് ആരും ഞങ്ങളെ വെട്ടിവീഴ്ത്താൻ വരുന്നില്ല. നീ ചെല്ലുമ്പോൾ സ്വീകരിക്കുവാൻ താഴെ പാതാളം ഇളകി മറിയുന്നു. നിന്നെ സ്വാഗതം ചെയ്യാൻ അത് ഭൂമിയിലെ അധിപന്മാരായിരുന്നവരുടെ പ്രേതങ്ങളെ ഉണർത്തുന്നു. ജനതകളുടെ രാജാക്കന്മാരായിരുന്നവരെ അത് സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. അവർ നിന്നോട്, നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായി, നീയും ഞങ്ങൾക്ക് തുല്യനായിരിക്കുന്നു എന്ന് പറയും. നിന്റെ പ്രതാപവും വാദ്യാഘോഷവും പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുന്നു. കീടങ്ങളാണ് നിന്റെ കിടക്ക, പുഴുക്കളാണ് നിന്റെ പുതപ്പ്. ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജനതകളെ കീഴടക്കിയിരിക്കുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടിവീഴ്ത്തി? നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നതത്തിന്റെ ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കുപരി എന്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിന്റെ മുകളിൽ ഞാനിരിക്കും. ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും. ഞാൻ അത്യുന്നതനെ പോലെ ആകും. എന്നാൽ നീ പാതാളത്തിന്റെ അഗാധത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു. നിന്നെ കാണുന്നവർ തുറിച്ചു നോക്കി ചിന്തിക്കും: ഭൂമിയെ വിറപ്പിക്കുകയും രാജ്യങ്ങളെ ഇളക്കുകയും ലോകത്തെ മരുഭൂമിയാക്കുകയും അതിൻ്റെ നഗരങ്ങളെ കീഴടക്കുകയും തടവുകാരെ വീട്ടിലേക്ക് വിടാതിരിക്കുകയും ചെയ്തത് ഇവൻ തന്നെയല്ലേ? ജനതകളുടെ രാജാക്കന്മാർ തങ്ങളുടെ ശവകുടീരങ്ങളിൽ മഹത്വത്തോടെ നിദ്ര കൊള്ളുന്നു. നീയാകട്ടെ ശവകുടീരങ്ങളിൽ നിന്നും പുറത്തെറിയപ്പെട്ടിരിക്കുന്നു. വാൾനിരയായി പാതാളഗർത്തത്തിലെ കല്ലുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നവരാൽ ചുറ്റപ്പെട്ട് നിന്ദ്യമായ അകാല മുളയെന്ന പോലെ, ചവിട്ടിയരയ്ക്കപ്പെട്ട മൃതശരീരമെന്ന പോലെ നീ കിടക്കുന്നു. സ്വന്തം ദേശം നശിപ്പിക്കുകയും സ്വന്തം ജനങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്ത നീ അവരോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയില്ലേ? തിന്മ പ്രവർത്തിക്കുന്നവരുടെ പിൻഗാമികളുടെ പേര് നിലനിൽക്കാതിരിക്കട്ടെ. പിതാക്കന്മാരുടെ അകൃത്യം നിമിത്തം മക്കളും വിധിക്കപ്പെടട്ടെ. അവർ എഴുന്നേറ്റ് ഭൂമി കൈവശമാക്കുകയും ഭൂമുഖം നഗരങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് തന്നെ. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു: ഞാൻ അവർക്കെതിരായി എഴുന്നേറ്റ്
ബാബിലോണിൽ നിന്നും അവിടെ അവശേഷിക്കുന്നവരെയും അവരുടെ നാമത്തെയും അവരുടെ സന്താനങ്ങളെയും പിൻതലമുറക്കാരെയും വിച്ഛേദിക്കും. ഞാൻ അതിനെ മുള്ളൻ പന്നിയുടെ ആസ്ഥാനവും നീർപ്പൊയ്കകളും ആക്കും. നാശത്തിൻ്റെ ചൂലുകൊണ്ട് ഞാൻ അതിനെ തൂത്തുകളയും. സൈന്യങ്ങളുടെ കർത്താവാണ് അരുൾ ചെയ്യുന്നത്. അസൂറിയയ്ക്കെതിരെ സൈന്യങ്ങളുടെ കർത്താവ് ശബ്ദം ചെയ്തിരിക്കുന്നു. ഞാൻ തീരുമാനിച്ചതുപോലെ സംഭവിക്കും. ഞാൻ നിശ്ചയിച്ചത് നിറവേറും. എൻ്റെ ദേശത്തുള്ള അസൂറിയക്കാരനെ ഞാൻ തകർക്കും. എൻ്റെ പർവ്വതത്തിൽ ഞാൻ അവനെ ചവിട്ടി മെതിക്കും. അവൻ്റെ മുഖം അവരിൽ നിന്നും നീങ്ങിപ്പോകും. അവരുടെ തോളിൽ നിന്ന് അവൻ്റെ ഭാരവും. ഭൂമി മുഴുവനെയും സംബന്ധിക്കുന്ന നിശ്ചയമാണിത്. എല്ലാ ജനതകളുടെയും മേൽ നീട്ടപ്പെട്ടിരിക്കുന്ന കരം ഇതാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് നിശ്ചയിച്ചിരിക്കുന്നത്. ആർക്ക് അതിനെ ദുർബലമാക്കാൻ കഴിയും? അവിടുന്ന് കരം നീട്ടിയിരിക്കുന്നു. ആർക്ക് അതിനെ പിന്തിരിപ്പിക്കാൻ കഴിയും? ഫിലിസ്ത്യർക്കെതിരെ ആഹാസ് രാജാവ് മരിച്ച വർഷം ഉണ്ടായ അരുളപ്പാട്. ഫിലിസ്ത്യരെ, നിങ്ങളെ പ്രഹരിച്ച വടി തകർക്കപ്പെടേണ്ടതുകൊണ്ട് സന്തോഷിക്കേണ്ട. സർപ്പത്തിൻ്റെ വേരിൽ നിന്ന് ഒരു അണലി പുറത്തു വരും. അതിൻ്റെ ഫലമാകട്ടെ പറക്കുന്ന സർപ്പമായിരിക്കും. ദരിദ്രരുടെ ആദിജാതർക്ക് ഭക്ഷണം ലഭിക്കും. പാവപ്പെട്ടവൻ സുരക്ഷിതനായി ഉറങ്ങും. എന്നാൽ നിന്റെ വേരിനെ ഞാൻ ക്ഷാമം കൊണ്ട് വധിക്കും. നിന്നിൽ അവശേഷിക്കുന്നവനെ ഞാൻ കൊല്ലും. കവാടമേ വിലപിക്കുക, നഗരമേ കരയുക. ഫിലിസ്ത്യരെ, നിങ്ങൾ എല്ലാവരും ഭയം കൊണ്ട് ഉരുകുവിൻ. വടക്ക് നിന്നും ഒരു ധൂമപടലം ഉയരുന്നു. സൈന്യത്തിൽ നിന്നും ആരും ഒഴിഞ്ഞു മാറുന്നില്ല. ജനതകളുടെ ദൂതന്മാർക്ക് കിട്ടുന്ന മറുപടി എന്തായിരിക്കും? കർത്താവ് സിയോനെ സ്ഥാപിച്ചിരിക്കുന്നു. അവിടുത്തെ ജനത്തിൻ്റെ പീഡിതർ അവളിൽ അഭയം കണ്ടെത്തും. മോവാബിനെതിരെ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 15. മോവാബിനെതിരെ. മോവാബിനെ സംബന്ധിച്ചുണ്ടായ അരുളപ്പാട്. ഒറ്റ രാത്രി കൊണ്ട് ആർ പട്ടണം നിർജ്ജനമായി. മോവാബ് നശിപ്പിക്കപ്പെട്ടു. ഒറ്റ രാത്രി കൊണ്ട് കീർ നിർജ്ജനമായി. മോവാബ് നശിപ്പിക്കപ്പെട്ടു. അതിനാൽ ദിബോന്റെ പുത്രി വിലപിക്കുവാൻ വേണ്ടി പൂജാഗിരിയിലേക്ക് പോയിരിക്കുന്നു. നോവാബിൻ്റെയും മെദോബാബയുടെയും കുറിച്ച് മോവാബ് വിലപിക്കുന്നു. എല്ലാ ശിരസ്സും മുണ്ഡനം ചെയ്തിരിക്കുന്നു. എല്ലാവരുടെയും താടി ക്ഷൗര്യം ചെയ്തിരിക്കുന്നു. തെരുവീഥികളിലൂടെ അവർ ചാക്കുടുത്ത് നടക്കുന്നു. പുരമുകളിലും പൊതുസ്ഥലങ്ങളിലും എല്ലാവരും കരയുന്നു, കണ്ണുനീരൊഴുക്കുകയും ചെയ്യുന്നു. ഹെഷ്ബോണും എലെയായേലും ഉറക്കെ കരയുന്നു. അവരുടെ സ്വരം യഹാസ് വരെ കേൾക്കാം. മൊബാബിലെ ആയുധധാരികൾ ഉച്ചത്തിലും നിലവിളിക്കുന്നു. അവൻ്റെ ഹൃദയം വിറകൊള്ളുന്നു. എൻ്റെ ഹൃദയം മൊവാബിന് വേണ്ടി നിലവിളിക്കുന്നു. അവിടുത്തെ ജനം സൊവാറിലേക്കും എഗ്ലാത്ത് ഷെലീഷിയയിലേക്കും പലായനം ചെയ്യുന്നു. ലൊഹീത്ത് കയറ്റം അവർ കരഞ്ഞുകൊണ്ട് കയറുന്നു. ഹൊറോനയിലേക്ക് ഉള്ള വഴിയും അവർ നാശത്തിന്റെ നിലവിളി ഉയർത്തുന്നു. നിമ്രീമിലെ ജലാശയങ്ങൾ വറ്റിവരണ്ടു. പുല്ലുകൾ ഉണങ്ങി, ഇളം നാമ്പുകൾ വാടിപ്പോയി. പച്ചയായതൊന്നും അവിടെ കാണാനില്ല. അതിനാൽ അവർ സമ്പാദിച്ച ധനവും നേടിയതൊക്കെയും അരളച്ചെടികൾ തിങ്ങി നിൽക്കുന്ന അരുവികളിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു നിലവിളി മൊബാബിലാകെ മുഴങ്ങുന്നു. അത് എഗ്ലായിമും ബൊറേലിമും വരെ എത്തുന്നു. ദിബോണിലെ ജലാശയങ്ങൾ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദിബോണിന്റെ മേൽ ഇതിലധികം ഞാൻ വരുത്തും. മൊബാബിൽ നിന്നും രക്ഷപ്പെടുന്നവരെയും ദേശത്ത് അവശേഷിക്കുന്നവരുടെ മേൽ
ഒരു സിംഹത്തെ ഞാൻ അയക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അദ്ധ്യായം 16. സിയോൻ പുത്രിമാരുടെ മലയിലേക്ക്, ദേശാധിപതിയുടെ അടുത്തേക്ക് സേലായിൽ നിന്നും മരുഭൂമിയിലൂടെ അവർ ആട്ടിൻകുട്ടികളെ അയച്ചു. മൊബാബിന്റെ പുത്രിമാർ കൂട് വിട്ട് അഴലുന്ന പക്ഷികളെ പോലെയായിരിക്കും. അർണോണിന്റെ കടവുകളിൽ ഞങ്ങളെ ഉപദേശിക്കുക, നീതി നടത്തുക. മധ്യാഹ്നവേളയിൽ നിന്റെ നിശാതുല്യമായ നിഴൽ വിരിക്കുക. ഭ്രഷ്ടരെ ഒളിപ്പിക്കുക, പലായനം ചെയ്യുന്നവരെ ഒറ്റിക്കൊടുക്കരുത്. മൊബാബിന്റെ ഭ്രഷ്ടർ നിന്നോടുകൂടെ വസിക്കട്ടെ. വിനാശകയിൽ നിന്ന് നീ അവർക്ക് അഭയമായിരിക്കട്ടെ. മർദ്ദകർ ഇല്ലാതാവുകയും നാശം അവസാനിക്കുകയും ചവിട്ടിമതിക്കുന്നവൻ ദേശത്തു നിന്നും അപ്രത്യക്ഷമാവുകയും ചെയ്യുമ്പോൾ കാരുണ്യത്തോടെ ഒരു സിംഹാസനം സ്ഥാപിക്കപ്പെടും. നീതി അന്വേഷിക്കുകയും നീതിപൂർവം വിധിക്കുകയും ധർമ്മനിഷ്ഠ പാലിക്കുകയും ചെയ്യുന്ന ഒരുവൻ ദാവീദിന്റെ കൂടാരത്തിലെ ആ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. മൊബാബിന്റെ അഹങ്കാരത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവൻ എത്ര ഗർവിഷ്ഠനും ഉദ്ധതനും അഹങ്കാരിയുമാണ്. അവന്റെ വൻപു പറച്ചിൽ വ്യക്തമാകുന്നു. അതിനാൽ മൊബാബ് നിലവിളിക്കട്ടെ. എല്ലാവരും മൊബാബിനു വേണ്ടി നിലവിളിക്കട്ടെ. കിർഹാരസത്തിലെ മുന്തിരിച്ചെടികളെ കുറിച്ച് ഹൃദയം നൊന്ത് വിലപിക്കുവിൻ. ഹെഷ്ബോൺ വയലുകളും സിബാമയിലെ മുന്തിരിവള്ളികളും വാടിപ്പോയിരിക്കുന്നു. യസേർ വരെ എത്തുകയും മരുഭൂമി വരെ നീണ്ടു കിടക്കുകയും ചെയ്തിരിക്കുന്ന അവയുടെ ശാഖകൾ ജനതകളുടെ പ്രഭുക്കന്മാർ അരിഞ്ഞുകളഞ്ഞു. അതിന്റെ ശാഖകൾ കടൽ കടന്ന് മറുനാട്ടിൽ പടർന്നു. അതിനാൽ സിബ്മായിലെ മുന്തിരിവള്ളികൾക്ക് വേണ്ടി ഞാൻ യസേറിനോട് കരയും. ഹെഷ്ബോണും എലയായേലും എൻ്റെ കണ്ണീരിൽ കുതിരും. എന്തെന്നാൽ നിങ്ങളുടെ ബലത്തിനും വിളവിനും എതിരായി യുദ്ധകാഹളം മുഴങ്ങുന്നു. സന്തോഷവും ആനന്ദവും വിളനിലത്ത് നിന്നും പോയിരിക്കുന്നു. മുന്തിരിത്തോട്ടങ്ങളിൽ ഗാനാലാപനം കേൾക്കുന്നില്ല, ആർപ്പുവിളികൾ ഉയരുന്നില്ല. മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ വീഞ്ഞു ഉൽപ്പാദിപ്പിക്കുന്നില്ല. മുന്തിരി വിളവെടുക്കുന്നവന്റെ ആർപ്പുവിളികൾ നിലച്ചിരിക്കുന്നു. അതിനാൽ എൻ്റെ അന്തരംഗം മൊബാബിനെ കുറിച്ചും ഹൃദയം കിർഹേരസിനെ കുറിച്ചും വീണക്കമ്പി എന്ന പോലെ കീഴുന്നു. മൊബാബ് പ്രത്യക്ഷനാവുമ്പോൾ, പൂജാഗിരിയിൽ തളർന്നു നിൽക്കുമ്പോൾ, തൻ്റെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനെത്തുമ്പോൾ അവന് ഫലപ്രാപ്തി ഉണ്ടാവുകയില്ല. ഇതാണ് മൊബാബിനെ കുറിച്ച് കർത്താവ് മുൻ അരുൾ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അവിടുന്ന് അരുൾ ചെയ്യുന്നു, കൂലിക്കാരൻ കണക്കാക്കുന്നത് പോലെ കണിശം 3 വർഷങ്ങൾക്കുള്ളിൽ മൊബാബിന്റെ മഹത്വം അവന്റെ വലിയ ജനതയാണെങ്കിൽ പോലും നിന്ദയായി മാറും. ദുർബലമായ ഒരു ചെറു വിഭാഗം മാത്രമേ അവശേഷിക്കൂ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അദ്ധ്യായം 17. ദമാസ്കസിനെതിരെ. ദമാസ്കസിനെ കുറിച്ചുള്ള അരുളപ്പാട്. ദമാസ്കസ് ഒരു നഗരമല്ലാതാകും, അത് നാശകൂമ്പാരമാകും. അതിന്റെ നഗരങ്ങൾ എന്നേക്കും വിജനമായിരിക്കും. അവിടെ ആട്ടിൻകൂട്ടങ്ങൾ മേയും, അവ അവിടെ വിശ്രമിക്കും. ആരും അവിടെ അവയെ ഭയപ്പെടുത്തുകയില്ല. എഫ്രായിമിന്റെ കോട്ട തകരും, ദമാസ്കസിന്റെ രാജ്യം ഇല്ലാതെയാകും. സിറിയയിൽ അവശേഷിച്ചിരിക്കുന്നവർ ഇസ്രയേൽ മക്കളുടെ മഹത്വം പോലെയാകും. സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് അരുൾ ചെയ്യുന്നത്. അന്ന് യാക്കോബിന്റെ മഹത്വം ക്ഷയിച്ചു പോകും. അവന്റെ ശരീരം മേധസ് ക്ഷയിച്ച മെലിഞ്ഞു പോകും. അത് കൊയ്ത്തുകാരൻ ധാന്യം കൊയ്തെടുക്കുന്നത് പോലെയും റഫായിം താഴ്വരയിൽ കാല പെറുക്കുന്നവരെ പോലെയും ആയിരിക്കും. ഒലിവ് തല്ലുമ്പോൾ അതിന്റെ ഉയർന്ന കൊമ്പുകളുടെ അറ്റത്ത് 2-3 പഴങ്ങളോ ഫലവൃക്ഷത്തിന്റെ ശാഖകളിൽ 4-5 കായ്കളോ ഉണ്ടാകുന്നത് പോലെ കാല പെറുക്കുവാൻ
ചിലത് അവശേഷിക്കും എന്ന് ഇസ്രയേലിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു. അന്ന് ജനം തങ്ങളുടെ സൃഷ്ടാവിനെ കുറിച്ച് ചിന്തിക്കുകയും ഇസ്രയേലിന്റെ പരിശുദ്ധയിലേക്ക് തങ്ങളുടെ കണ്ണുകൾ ഉയർത്തുകയും ചെയ്യും. അവർ തങ്ങളുടെ കരവേലയായ ബലിപീഠങ്ങളെ കുറിച്ച് ചിന്തിക്കുകയോ തങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന അശേര പ്രതിഷ്ഠയിലേക്കോ ധൂപപീഠത്തിലേക്കോ നോക്കുകയോ ഇല്ല. അന്ന് അവരുടെ പ്രബല നഗരങ്ങൾ ഹിവ്യരും അമോര്യരും ഇസ്രയേൽ മക്കളുടെ മുമ്പിൽ ഉപേക്ഷിച്ചു പോയ പട്ടണങ്ങളിലെ പോലെ വിജനമായി തീരും. എന്തെന്നാൽ നിങ്ങളുടെ രക്ഷകനായ ദൈവത്തെ നിങ്ങൾ മറന്നു കളയുകയും നിങ്ങളുടെ അപേക്ഷയിലെയെ നിങ്ങൾ വിസ്മരിക്കുകയും ചെയ്തു. അതിനാൽ നിങ്ങൾ തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അന്യദേവന്മാർക്ക് വേണ്ടി തണ്ട് കുത്തുകയും നടന്ന ദിവസം തന്നെ അവ മുളയ്ക്കുകയും ആ പ്രഭാതത്തിൽ തന്നെ അവ പൂവിടുകയും ചെയ്താലും ദുഃഖത്തിന്റെയും അപരിഹാസകരമായ വേദനയുടെയും ദിനത്തിൽ അതിന്റെ വിളവ് നശിച്ചു പോകും. അതാ അനേകം ജനതകൾ ഇരമ്പുന്നു. അത് സമുദ്രത്തിന്റെ മുഴക്കം പോലെയാണ്. അതാ ജനതകളുടെ ഗർജനം, മഹാസമുദ്രങ്ങളുടെ ഇരമ്പൽ പോലെയാണത്. പെരുവെള്ളം പോലെ ജനതകൾ ഇരമ്പുന്നു. എന്നാൽ അവിടുന്ന് അവരെ ശ്വസിക്കുകയും അവർക്ക് ദൂരേക്ക് ഓടിപ്പോവുകയും ചെയ്യും. മലകളിൽ കാറ്റത്ത് പറക്കുന്ന വൈക്കോൽ പോലെയും കൊടുങ്കാറ്റിൽ പറക്കുന്ന പൊടി പോലെയും അവർ ഓടിക്കപ്പെടും. ഇതാ സന്ധ്യസമയത്ത് ഭീകരത, പ്രമാദമാകും മുൻപേ അവർ അപ്രത്യക്ഷരായിരിക്കുന്നു. നമ്മെ നശിപ്പിക്കുന്നവരുടെ ഓഹരിയും നമ്മെ കൊള്ളയടിക്കുന്നവരുടെ വിധിയും ഇതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 18. എത്യോപ്യക്കെതിരെ. എത്യോപ്യയിലെ നദികൾക്ക് അക്കരെയുള്ള ചിറകടി ശബ്ദമുയർത്തുന്ന ദേശം, നൈൽ നദിയിലൂടെ ഈറ്റച്ചങ്ങാടത്തിൽ ദൂതന്മാരെ അയക്കുന്ന ദേശം, വേഗമേറിയ ദൂതന്മാരെ ദീർഘഗയന്മാരും മൃദു ചർമ്മികളും ആയ ജനതകളുടെ അടുത്തേക്കും അടുത്തും അകലെയുമുള്ള ജനതകൾ പേടിക്കുന്നവരുടെ അടുത്തേക്കും പ്രബലവും കീഴടങ്ങുന്നതുമായ നദികളിൽ വിഭജിക്കപ്പെട്ടതുമായ രാജ്യത്തേക്കും വേഗം ചെല്ലുവിൻ. ഭൂവാസികളെ, മലകളിൽ അടയാളം ഉയരുമ്പോൾ നോക്കുവിൻ, കാഹളം മുഴങ്ങുമ്പോൾ ശ്രദ്ധിക്കുവിൻ. കർത്താവ് എന്നോട് അരുൾ ചെയ്തിരിക്കുന്നു, മധ്യാഹ്ന സൂര്യത്തിന്റെ തെളിവോടെ കൊയ്ത്തുകാലത്തെ തുഷാരമേഘങ്ങൾ പോലെ ഞാൻ എൻ്റെ മന്ദിരത്തിലിരുന്ന് വീക്ഷിക്കും. പൂക്കാലം കഴിഞ്ഞ് മുന്തിരി വിളയുന്ന സമയത്ത് വിളവെടുപ്പിന് മുൻപ് അവിടുന്ന് മുളപ്പുകളെ അരിവാളാൽ കൊണ്ട് മുറിച്ചു കളയും. പടർന്നു വളരുന്ന ശാഖകളെ അവിടുന്ന് വെട്ടിക്കളയുന്നു. അവ മലകളിലെ കഴുകന്മാർക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കുമായി ഉപേക്ഷിക്കപ്പെടും. വേനൽക്കാലത്ത് കഴുകന്മാരും മഞ്ഞുകാലത്ത് വന്യമൃഗങ്ങളും അത് തിന്നും. ആ സമയത്ത് ദീർഘകായകന്മാരും മൃദുചർമ്മികളും ആയ ജനതയിൽ നിന്ന് അടുത്തും അകലെയുമുള്ള ജനതകൾ പേടിക്കുന്ന ജനതയിൽ നിന്ന് പ്രബലവും കീഴടക്കുന്നതും നദികളാൽ വിഭജിക്കുന്നതുമായ രാജ്യത്തു നിന്നും സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമം വഹിക്കുന്ന സിയോൻ മലകളിലേക്ക് അവിടുത്തെ കാഴ്ചക്കാർ കൊണ്ടുവരും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 19. ഈജിപ്തുകാർക്കെതിരെ. ഈജിപ്തിനെ കുറിച്ചുണ്ടായ അരുളപ്പാട്. ഇതാ കർത്താവ് വേഗമേറിയ ഒരു മേഘത്തിൽ ഈജിപ്തിലേക്ക് വരുന്നു. അവിടുത്തെ സാന്നിധ്യത്തിൽ ഈജിപ്തിലെ വിഗ്രഹങ്ങൾ വിറകൊള്ളും. ഈജിപ്തുകാരുടെ ഹൃദയം ഉരുകിപ്പോകും. ഈജിപ്തുകാരെ ഞാൻ കലഹിപ്പിക്കും. സഹോദരൻ സഹോദരനെതിരായും അയൽക്കാരൻ അയൽക്കാർക്കെതിരായും നഗരം നഗരത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും യുദ്ധം ചെയ്യും. ഈജിപ്തുകാരുടെ ധൈര്യം ക്ഷയിക്കും. അവരുടെ പദ്ധതികൾ ഞാൻ താറുമാറാക്കും. അപ്പോൾ അവർ വിഗ്രഹങ്ങളോട് ആഭിചാരകന്മാരോടും വെളിച്ചപ്പാടന്മാരോടും മന്ത്രവാദികളോടും ആരായും.
ഞാൻ ഈജിപ്തുകാരെ ക്രൂരനായ ഒരു യജമാന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും. ഉഗ്രനായ ഒരു രാജാവ് അവരുടെ മേൽ ഭരണം നടത്തും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ് ഇത് അരുൾ ചെയ്യുന്നത്. നൈൽ നദി വറ്റിപ്പോകും, അത് ഉണങ്ങി വരണ്ടു പോകും, അതിൻ്റെ തോടുകളും ദുർഗന്ധവും വമിക്കും. നൈൽ നദിയുടെ ശാഖകൾ ചെറുതാവുകയും വറ്റിപ്പോവുകയും ചെയ്യും. അവയിൽ ഞാങ്ങണയും കൊരപ്പുല്ലും ഉണങ്ങിപ്പോകും. നൈൽ നദി ശൂന്യമായി തീരും, അവിടെ വിതച്ചതെല്ലാം ഉണങ്ങി നശിച്ചു പോകും. മീൻപിടുത്തക്കാർ നൈൽ നദിയിൽ ചൂണ്ടയിടുന്നവർ വിലപിക്കും, വല വീശുന്നവരും ദുഃഖിക്കും. മിനുസപ്പെടുത്തിയ ചണം കൊണ്ട് പണി ചെയ്യുന്നവരും വെള്ളത്തുണി നെയ്യുന്നവരും നിരാശരാകും. ദേശത്തിൻ്റെ തുണികളായിരുന്നവർ തകർന്നു പോകും, കൂലിവേലക്കാർ ദുഃഖിക്കും. സോവാനിലെ രാജാക്കന്മാർ ഭോഷന്മാരാണ്. ഫറവോയുടെ ജ്ഞാനികളായ ഉപദേഷ്ടാന്മാർ ഭോഷത്വം നിറഞ്ഞ ഉപദേശം നൽകുന്നു. ഞാൻ ഒരു ജ്ഞാനിയുടെ പുത്രനാണ്, പൗരാണികനായ ഒരു രാജാവിൻ്റെ കുമാരനാണ് എന്ന് നിങ്ങൾക്കെങ്ങനെ ഫറവോയോട് പറയാൻ കഴിയും? നിന്റെ ജ്ഞാനികൾ എവിടെ? സൈന്യങ്ങളുടെ കർത്താവ് ഈജിപ്തിനെതിരായി എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് അവർ നിന്നോട് പറഞ്ഞുകൊള്ളട്ടെ. സോവാനിലെ രാജാക്കന്മാർ ഭോഷന്മാരായി തീരുന്നു, മൈഫീസിലെ രാജാക്കന്മാരും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ഈജിപ്തിലെ ഗോത്രങ്ങളുടെ മൂലക്കല്ലായിരുന്നവർ തന്നെ അവളെ വഴിതെറ്റിച്ചിരിക്കുന്നു. കർത്താവ് അവളിൽ ആശയക്കുഴപ്പത്തിൻ്റെ ആത്മാവിനെ അവശേഷിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ മദ്യപൻ ഛർദ്ദിച്ചതിൽ തെന്നി നടക്കുന്നത് പോലെ ഈജിപ്റ്റ് എല്ലാ കാര്യങ്ങളിലും കാലിടറി നടക്കുന്നു. വാലിനോ തലയ്ക്കോ ഈന്തപ്പനയ്ക്കോ ഞാങ്ങണയ്ക്കോ ഈജിപ്റ്റിനു വേണ്ടി ഒന്നും ചെയ്യാനാവുന്നില്ല. ഈജിപ്റ്റ് അനുഗ്രഹിക്കപ്പെടും, അന്ന് അവർ സ്ത്രീകൾക്ക് തുല്യമായിരിക്കും. സൈന്യങ്ങളുടെ കർത്താവ് തങ്ങളുടെ നേരെ ഓങ്ങുന്ന കരം കണ്ട് അവർ ഭയന്നു വിറയ്ക്കും. യൂദ ഈജിപ്തുകാരെ പരിഭ്രാന്തരാക്കും. അതിൻ്റെ പേരുകൾ കേൾക്കുന്നവരെല്ലാം സൈന്യങ്ങളുടെ കർത്താവ് തങ്ങൾക്കെതിരെ അയക്കാൻ ഒരുങ്ങുന്ന ശിക്ഷയെ ഓർത്ത് ഭയപ്പെടും. അന്ന് കാനാൻ ഭാഷ സംസാരിക്കുന്നതും സൈന്യങ്ങളുടെ കർത്താവിനോട് കൂറ് പ്രഖ്യാപിക്കുന്നതുമായ 5 പട്ടണങ്ങൾ ഈജിപ്തിലുണ്ടായിരിക്കും. അതിൽ ഒന്ന് സൂര്യനഗരം എന്നറിയപ്പെടും. അന്ന് ഈജിപ്തിൻ്റെ മേൽ കർത്താവിന് ഒരു ബലിപീഠവും അതിർത്തിയിൽ ഒരു സ്തംഭവും ഉണ്ടായിരിക്കും. ഈജിപ്തിൽ അത് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അടയാളവും സാക്ഷ്യവും ആയിരിക്കും. മർദ്ദകർ നിമിത്തം അവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് രക്ഷകനെ അയച്ച് അവർക്ക് വേണ്ടി പൊരുതി അവരെ മോചിപ്പിക്കും. കർത്താവ് ഈജിപ്തുകാർക്ക് തന്നെ വെളിപ്പെടുത്തും. ആ നാളിൽ അവർ കർത്താവിനെ അറിയുകയും കാഴ്ചകളും ദഹനബലികളും അർപ്പിച്ച് അവിടുത്തെ ആരാധിക്കുകയും ചെയ്യും. അവർ കർത്താവിന് നേർച്ചകൾ നേരുകയും അവ നിറവേറ്റുകയും ചെയ്യും. കർത്താവ് ഈജിപ്തിനെ പ്രഹരിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യും. അവർ കർത്താവിലേക്ക് മടങ്ങി വരികയും അവരുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് അവർക്ക് സൗഖ്യം നൽകുകയും ചെയ്യും. അന്ന് ഈജിപ്തുകാർ നിന്ന് അസ്രിയയിലേക്ക് ഒരു രാജവീതി ഉണ്ടായിരിക്കും. അസ്രിയക്കാർക്ക് ഈജിപ്തിലേക്കും ഈജിപ്തുകാർക്ക് അസ്രിയയിലേക്കും പോകും. അസ്രിയക്കാരോട് ചേർന്ന് ഈജിപ്തുകാരും കർത്താവിനെ ആരാധിക്കും. അക്കാലത്ത് ഇസ്രായേൽ ഈജിപ്തിനോടും അസ്രിയയോടും ചേർന്ന് ഭൂമിയുടെ മധ്യത്തിൽ അനുഗ്രഹമായി നിലകൊള്ളും. സൈന്യങ്ങളുടെ കർത്താവ് ഈ മൂവരെയും ഇങ്ങനെ അനുഗ്രഹിച്ചിരിക്കുന്നു: എൻ്റെ ജനമായ ഈജിപ്റ്റും എൻ്റെ കരവേലയായ അസ്രിയയും എൻ്റെ അവകാശമായി ഇസ്രായേൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 20. ഈജിപ്തിന് അടയാളം. അസ്രിയ രാജാവായ സർഗോന്റെ കൽപ്പനയനുസരിച്ച് സൈന്യാധിപൻ വന്ന് യുദ്ധം ചെയ്തു. അഷ്കിദോദ് കീഴടക്കിയ വർഷം കർത്താവ് ആമോസിന്റെ പുത്രനായ ഏശയ്യായോട് അരുൾ ചെയ്തു: നിന്റെ അരയിൽ നിന്നും ചാക്കുവസ്ത്രവും നിന്റെ കാലിൽ നിന്നും ചെരുപ്പും അഴിച്ചു കളയുക.
അവൻ അതനുസരിച്ച് നഗ്നനായി ചെരുപ്പിടാതെ നടന്നു. കർത്താവ് അരുൾ ചെയ്തു, എന്റെ ദാസനായ യേശയ്യ ഈജിപ്റ്റിനും എത്യോപ്യയ്ക്കും അടയാളവും മുന്നറിയിപ്പുമായി 3 വർഷം നഗ്നനും നിഷ്പാദകനുമായി നടന്നതുപോലെ അസറിയ രാജാവ് ഈജിപ്തുകാരെ അടിമകളും എത്യോപ്യക്കാരെ പ്രവാസികളുമായി യുവതികളെയും വൃദ്ധരെയും ഒന്നുപോലെ നഗ്നരും നിഷ്പാദകരും പിൻഭാഗം മറയ്ക്കാത്തവരുമായി ഈജിപ്തിന്റെ അപമാനത്തിനു വേണ്ടി പിടിച്ചുകൊണ്ടു പോകും. അപ്പോൾ അവരുടെ പ്രത്യാശ എത്യോപ്യയും അവരുടെ അഭിമാനമായ ഈജിപ്തും നിമിത്തം അവർ വിസ്മരിക്കുകയും സംഭ്രാന്തരാവുകയും ചെയ്യും. അന്ന് തീരദേശവാസികൾ പറയും, അസീറിയ രാജാവിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി നാം പ്രതീക്ഷയോടെ ആരുടെ അടുത്തേക്ക് ഓടിച്ചെന്നുവോ അവർക്ക് ഇതാണ് സംഭവിച്ചത്. പിന്നെ നാം എങ്ങനെ രക്ഷപ്പെടും? ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 21. ബാബിലോണിന്റെ പതനം. സമുദ്രതീരത്തെ മരുഭൂമിയെക്കുറിച്ചുണ്ടായ അരുളപ്പാട്. നെഗേബിൽ ചുഴലിക്കാറ്റ് വീശുന്നത് പോലെ അത് മരുഭൂമിയിൽ നിന്നും ഭയാനകമായ ദേശത്തു നിന്നും വരുന്നു. ഭീകരമായ ഒരു ദർശനം. കവർച്ചക്കാരൻ കവർച്ച ചെയ്യുന്നു, വിനാശകർ നശിപ്പിക്കുന്നു. ഏലാം, നീ കയറി ചെല്ലുക. മേദിയ, നീ ഉപരോധിക്കുക. അവർ നിമിത്തം ഉണ്ടായ നെടുവീർപ്പുകളും ഞാൻ അറുതി വരുത്തും. ഞാൻ കഠിന വേദന അനുഭവിക്കുന്നു. നോവിന് തുല്യമായ വേദന എന്നെ കീഴടക്കുന്നു. വേദന കൊണ്ട് കുനിഞ്ഞ് എനിക്ക് ഒന്നും കേൾക്കുവാൻ വയ്യാതായിരിക്കുന്നു. സംഭ്രമം നിമിത്തം എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഹൃദയം പൊളിയുന്നു. ഭീതി എന്നെ നടുക്കുന്നു. ഞാൻ കാത്തിരിക്കുന്ന സന്ധ്യാദീപ്തി എനിക്ക് ഭീതിജനകമായി തീരുന്നു. അവർ മേശയൊരുക്കുകയും പരവതാനി വിരിക്കുകയും ചെയ്യുന്നു. അവർ തിന്നു കുടിച്ച് ഉല്ലസിക്കുന്നു. സേനാധിപന്മാരെ, എഴുന്നേൽക്കുവിൻ, പരിചമിനുക്കുവിൻ. കർത്താവ് എന്നോട് അരുൾ ചെയ്തിരിക്കുന്നു, ഒരു കാവൽ ഭടനെ നിർത്തുക, അവൻ കാണുന്നത് അറിയിക്കട്ടെ. 2 കുതിരകളെ പൂട്ടിയ രഥങ്ങളും കഴുതപ്പുറത്ത് ഒട്ടകപ്പുറത്തും വരുന്നവരെയും കണ്ടാൽ അവൻ ശുഷ്കാന്തിയോടെ ശ്രദ്ധിക്കണം. കാവൽ ഭടൻ പറഞ്ഞു, കർത്താവേ, കാവൽ ഗോപുരത്തിൽ ഞാൻ രാപ്പകൽ കാവൽ നിൽക്കുന്നു. ഇതാ 2 കുതിരകളെ പൂട്ടിയ രഥങ്ങൾ വരുന്നു. അപ്പോൾ അവർ മറുപടി പറഞ്ഞു, വീണുപോയി, ബാബിലോൺ വീണുപോയി. അവളുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങളെല്ലാം അടിച്ചുടയ്ക്കപ്പെട്ടിരിക്കുന്നു. മെതിച്ചു പാറ്റപ്പെട്ടവനെ, ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൽ നിന്ന് കേട്ടത് ഞാൻ നിന്നെ അറിയിക്കുന്നു. ഏദോം, അറേബ്യ, കേദാർ. ഏദോമിനെ കുറിച്ചുള്ള അരുളപ്പാട്. സെയറിൽ നിന്നും ഒരുവൻ എന്നോട് വിളിച്ചു ചോദിക്കുന്നു, കാവൽക്കാരാ, എത്രാം യാമമായി? രാത്രി ഇനി എത്രയുണ്ട്? കാവൽക്കാരൻ മറുപടി പറഞ്ഞു, പ്രഭാതം വരുന്നു, രാത്രിയും. നിനക്ക് അറിയണമെങ്കിൽ മടങ്ങി വന്ന് ചോദിച്ചു കൊള്ളുക. അറേബ്യയെക്കുറിച്ചുള്ള അരുളപ്പാട്. ദാദാന്യരായ സർവവാഹകരെ, നിങ്ങൾ അറേബ്യയിലെ കുറ്റിക്കാട്ടിൽ വസിക്കും. തെമാന്യരെ, നിങ്ങൾ ദാഹിക്കുന്നവർക്ക് ജലം നൽകുവിൻ. പാലായനം ചെയ്യുന്നവർക്ക് അപ്പം കൊടുക്കുവിൻ. എന്തെന്നാൽ അവർ ഊരിയ വാളിൽ നിന്നും കുലച്ച വില്ലിൽ നിന്നും യുദ്ധത്തിന്റെ നടുവിൽ നിന്നും രക്ഷപ്പെട്ടു ഓടുന്നവരാണ്. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, കൂലിക്കാരൻ കണക്കാക്കുന്നത് പോലെ കണിശം 1 വർഷത്തിനുള്ളിൽ കേദാറിന്റെ സർവമഹത്വം നശിക്കും. കേദാറിന്റെ വില്ലാളി വീരന്മാരിൽ ചുരുക്കം പേർ മാത്രം അവശേഷിക്കും. ഇസ്രയേലിന്റെ ദൈവമായ കർത്താവാണ് അരുൾ ചെയ്തിരിക്കുന്നത്. ദൈവമായ കർത്താവിന് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.